അമേരിക്കയിൽ ട്രംപിന്റെ ഭരണകൂടം കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കിയിരിക്കുകയാണ്. ലോസ് ഏഞ്ചൽസിൽ താമസിക്കുന്ന ഇന്ത്യക്കാരെയും ഇത് ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. പലയിടത്തും ഇപ്പോഴും റെയ്ഡുകൾ നടക്കുന്നുണ്ട്. ആളുകളെ തടങ്കലിൽ വെക്കുന്നുണ്ട്. നാഷണൽ ഗാർഡ് ട്രൂപ്പുകളെയും മറൈൻ സൈനികരെയും അധികാരികളെ സഹായിക്കാൻ നിയോഗിച്ചിട്ടുമുണ്ട്. ഇത് ഇന്ത്യൻ സമൂഹത്തിൽ ആശങ്കയുണ്ടാക്കുകയാണ്. ലോസ് ഏഞ്ചൽസിലും സാൻ ഫ്രാൻസിസ്കോയിലുമായി ധാരാളം ഇന്ത്യക്കാർ താമസിക്കുന്നുണ്ട്. അവരിൽ പലരും IT, ആരോഗ്യമേഖല, വിദ്യാഭ്യാസം തുടങ്ങിയ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. ചിലർ ചെറിയ ബിസിനസ്സുകൾ നടത്തുന്നു. H-1B വിസയിൽ ജോലി ചെയ്യുന്നവരെയും വിദ്യാർത്ഥികളെയും രേഖകളില്ലാത്തവരെയും ഈ പുതിയ നിയമങ്ങൾ നന്നായി പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ലോസ് ഏഞ്ചൽസിലെ പ്രക്ഷോഭത്തിന് പിന്നാലെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. വക്താവ് രൺധീർ ജയ്സ്വാളാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നത്. കാലിഫോർണിയയിലെ കുടിയേറ്റ നടപടികൾ ഇന്ത്യൻ സർക്കാർ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നുണ്ടെന്നും വിദേശത്തുള്ള പൗരന്മാരുടെ സുരക്ഷയാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്നുമാണ് അദ്ദേഹം പ്രതികരിച്ചത്. സാൻ ഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഇന്ത്യൻ സമൂഹവുമായി ബന്ധപ്പെടുന്നുണ്ട്. അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കോൺസുലേറ്റ് കാര്യമായ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ലോസ് ഏഞ്ചൽസിലുള്ള ഇന്ത്യൻ പൗരന്മാർ ജാഗ്രത പാലിക്കണം. പ്രാദേശിക വാർത്തകൾ ശ്രദ്ധിക്കുകയും ആൾക്കൂട്ടങ്ങളുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കുകയും ചെയ്യണം. എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ കോൺസുലേറ്റുമായി ബന്ധപ്പെടണമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സർക്കാർ തങ്ങളുടെ പൗരന്മാർക്ക് ഒരു ഉറപ്പ് നൽകുന്നുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ കൂടെയുണ്ട്. ഉദ്യോഗസ്ഥർ ഇന്ത്യൻ സംഘടനകളുമായി എപ്പോഴും ബന്ധപ്പെടുന്നുണ്ട്. ആവശ്യമുള്ള സഹായം നൽകാൻ കോൺസുലേറ്റ് എപ്പോഴും തയ്യാറാണ്. അമേരിക്കയിലെ ഈ കുടിയേറ്റ നിയമങ്ങൾ ലാറ്റിൻ അമേരിക്കൻ വംശജരെ മാത്രമല്ല ബാധിക്കുന്നത്. വർഷങ്ങളായി അവിടെ താമസിക്കുന്ന ഇന്ത്യൻ കുടുംബങ്ങളെയും ഇത് പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. പലരും വിസയിലോ സ്ഥിരതാമസത്തിനുള്ള കാത്തിരിപ്പിലോ ആണ്. അമേരിക്കയിലെ കുടിയേറ്റ നയങ്ങൾ ലോകമെമ്പാടുമുള്ള ആളുകളെ ബാധിക്കുന്നുവെന്നാണ് ഇത് കാണിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ പ്രവാസികൾക്കിടയിൽ ഇത് വലിയ ചർച്ചയായിട്ടുണ്ട്. പല ആളുകളും എങ്ങനെ ഇതിനെ നേരിടുന്നുവെന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിൽ പല വ്യത്യസ്ത അഭിപ്രായങ്ങളും നിലവിലുണ്ട്. ചിലർ ട്രംപിന്റെ ഭരണകൂടത്തെ പിന്തുണക്കുന്നു, മറ്റു ചിലർ ഈ നിയമങ്ങളെ എതിർക്കുന്നു. എന്തായാലും ഈ നിയമങ്ങൾ ഒരുപാട് ആളുകളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യൻ സർക്കാർ ഈ വിഷയത്തിൽ വളരെ ഗൗരവമായി ഇടപെടുന്നുണ്ട്. തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. കോൺസുലേറ്റ് വഴി എല്ലാ സഹായവും നൽകുന്നുണ്ട്. അമേരിക്കയിലെ ഈ സ്ഥിതിഗതികൾ ലോകമെമ്പാടുമുള്ള കുടിയേറ്റക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട്. എന്തായിരിക്കും ഇതിൻ്റെ ഭാവി? എങ്ങനെയായിരിക്കും ഈ പ്രശ്നങ്ങൾ നേരിടാൻ കഴിയുക? തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. അതേസമയം ലോസ് ഏഞ്ചൽസിൽ ആയിരക്കണക്കിന് ആളുകളാണ് കഴിഞ്ഞ ദിവസം പ്രതിഷേധിച്ചത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയായിരുന്നു പ്രതിഷേധം. സംഗീതവും മാർച്ചും ബലൂണുമൊക്കെയായി അവർ മണിക്കൂറുകളോളം സമാധാനപരമായി ആഘോഷിച്ചു. എന്നാൽ പെട്ടെന്ന് പോലീസ് ഇടപെട്ടു. അതോടെ കാര്യങ്ങൾ പ്രതിസന്ധിയിലായി. രാജ്യവ്യാപകമായി നടന്ന നോ കിങ്സ് പ്രതിഷേധത്തിൻ്റെ ഭാഗമായിരുന്നു ലോസ് ഏഞ്ചൽസിലും പ്രതിഷേധം നടന്നത്. ട്രംപ് ഭരണകൂടം രാജ്യത്ത് നടത്തുന്ന കുടിയേറ്റ വിരുദ്ധ റെയ്ഡുകൾക്കെതിരെയായിരുന്നു പ്രതിഷേധം. ഒരാഴ്ചയായി ലോസ് ഏഞ്ചൽസിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. അതിലേറ്റവും വലുതായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. മുമ്പത്തെ പ്രതിഷേധങ്ങൾ പോലെ ശനിയാഴ്ചത്തേതും സമാധാനപരമായിരുന്നു. രാവിലെ തുടങ്ങിയ മാർച്ച് അവസാനിച്ചു. ആളുകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി. അതൊരു തെരുവുത്സവത്തിൻ്റെ പ്രതീതി നൽകി. പെട്ടെന്ന് പോലീസ് പ്രതിഷേധക്കാരെ അവിടെ നിന്ന് നീക്കാൻ തുടങ്ങി. ഇത് ആശയക്കുഴപ്പമുണ്ടാക്കി. എങ്ങോട്ട് പോകണമെന്നറിയാതെ ആളുകൾ പരിഭ്രാന്തരായി. ഒരു ചെറിയ കൂട്ടം ആളുകൾ കല്ലെറിയുകയും കുപ്പികളെറിയുകയും പടക്കം പൊട്ടിക്കുകയും ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്.